വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ക്യാരറ്റ് ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ബീൻസ് കനം കുറച്ച് നീളത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ചുവന്നുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, അതും ഞാൻ അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ ചിരകിയതും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീൻസ് എടുക്കുന്നതിൻ്റെ പകുതി അളവിലാണ് ഞാൻ ക്യാരറ്റ് എടുത്തേക്കുന്നത്, അതേ അളവിൽ തന്നെയാണ് ഞാൻ തേങ്ങ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി നമുക്ക് മൺചട്ടിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. മുളക് ഞാൻ എടുത്തേക്കുന്നത് ഒരു 2 വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്, നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഞാനിവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു, നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് തീ കുറച്ച് നമുക്ക് വേവിച്ചെടുക്കാം, മൂടി വെച്ച് വേവിക്കാം. നമുക്കിത് മൂടി വയ്ക്കാം. ഇടയ്ക്ക് മൂടൽ തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ നോക്കണം. ഇത് ഞാൻ 3-4 തവണ മൂടൽ തുറന്ന് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ക്യാരറ്റ് തന്നെ നമ്മൾ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ബീൻസും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് തോരനുണ്ടാക്കി നോക്കും. നമ്മൾ വെള്ളം ഒഴിച്ചല്ല വേവിച്ചേക്കണേ, എണ്ണയിൽ തന്നെയാണ് നമ്മളത് തോരനുണ്ടാക്കിയേക്കണേ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്